വെച്ച കാര്യങ്ങളാണ്. അല്ലെങ്കിൽ EMS അടിത്തറവാക്കിയിട്ടുള്ളതിൽ നിന്ന് ആ അടിത്തറയിൽ നിന്നാണ് ഇന്ന് കേരളം നേടിയിട്ടുള്ള എല്ലാ നേട്ടങ്ങൾക്കും കാരണമായിട്ടുള്ളത്. നമുക്കറിയാം 57 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ രാജ്യത്തെ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. കാരണം നമ്മളെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലെ നമ്മുടെ പഴയകാല ആളുകളോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്ന ചില വസ്തുതകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അന്ന് ഭൂസ്വാമിമാരുടെ കീഴിലാണ്, ജന്മിമാരുടെ കൈകളിലായിരുന്നു ഭൂമി. നമ്മളെ പോലെയുള്ള പാവപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ കുടിയാന്മാരായിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷെ EMS അധികാരം ഏറ്റെടുത്തപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ EMS ആദ്യം എടുത്തത് കുടിയിറക്കൽ നിയമം നിരോധിക്കുക ചെയ്തു. അതുപോലെ ഭൂസ്വാമിക്ക് അല്ലെങ്കിൽ ഭൂ ഉടമയ്ക്ക് അവന്റെ സ്ഥലത്ത് കുടിൽ കെട്ടി താമസിക്കുന്നവരെ ഏത് സമയവും അവനെ ഇറക്കി വിടാനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷെ EMS നിയമം മൂലം അത് നിരോധിച്ചു. ആ നിരോധിച്ചതിന്റെ ഭാഗമായി നമ്മുടെ 10,000 ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഏതാണ്ട് 10 സെന്റ് ഭൂമിയുടെ ഉടമകളായി മാറി കേരളത്തിൽ എന്നുള്ളത് ലോകത്തിന് തന്നെ ഒരു മാതൃകയായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം കേരളം ഇന്ന് നേടിയിട്ടുള്ള എല്ലാ രംഗത്തുമുള്ള പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം. നമ്മുടെ എല്ലാ മുന്നേറ്റത്തിന്റെയും സഹായകരമായി നിന്നിട്ടുള്ള വിദ്യാഭ്യാസ മേഖല. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ഗവൺമെന്റ് അന്നത്തെ മുണ്ടശ്ശേരി മാസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം നടപ്പാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്ത് നടപടികൾ, അതുവരെ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സവർണരും അതുപോലെ തന്നെ ഉയർന്ന ജാതിക്കാർക്കും പണമുള്ളവനുമൊക്കെ പഠിക്കാൻ കഴിയാവുന്ന തരത്തിലേക്കുള്ള ഒരു വിദ്യാഭ്യാസമായിരുന്നു കേരളത്തിൽ നിലനിന്നിരുന്നത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കുട്ടികളടക്കം വേർതിരിച്ചിരിക്കുന്ന സ്ഥിതിവിശേഷം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ അതും നിയമം മൂലം മാറ്റിയെടുത്തുകൊണ്ട് കേരളത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു അടിത്തറവാക്കിയതും EMSന്റെ ഗവൺമെന്റാണ്. ഈ ഭൂപരിഷ്കരണ നിയമവും ഈ വിദ്യാഭ്യാസ രംഗത്തെ അടിത്തറവാക്കിയതുമാണ് ഇന്ന് കേരളത്തെ നമുക്കറിയാം ലോക മുതലാളിത്ത രാജ്യങ്ങളെ പോലും വെല്ലുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മുന്നേറ്റം, അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള മുന്നേറ്റം, ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള മുന്നേറ്റം, ഈ മുന്നേറ്റങ്ങളാകെ ഇപ്പോൾ നമ്മുടെ ലോകത്ത് തന്നെ കേരള മോഡൽ എന്നുള്ള രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടുകയാണ്. പക്ഷെ അന്ന് ഗവൺമെന്റിനെ കാലാവധി പൂർത്തിയാക്കി ഭരിക്കുന്നതിന് അന്നത്തെ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ജാതിമത ശക്തികൾ ഇവരെല്ലാം ചേർന്ന് ആ ഗവൺമെന്റിനെതിരായി വിമോചന സമരം നമ്മുടെ കേരളത്തിൽ സംഘടിപ്പിച്ചു. അങ്ങനെ വിമോചന സമരത്തിലൂടെ ആ ഗവൺമെന്റിനെ താഴ്ത്തിറക്കി. പിന്നീട് ഏതാണ്ട് 10 വർഷം കഴിഞ്ഞതിന് ശേഷം 67 വീണ്ടും സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നു. ആ മുന്നണിയാണ് പിന്നീട് കേരളത്തിൽ നടത്തിയ ഒട്ടേറെ കാര്യങ്ങൾ നമുക്കറിയാം. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് EMSന്റെ കാലഘട്ടത്തിലാണ്. ഒരുപക്ഷെ അന്ന് വേണമെങ്കിൽ ആ മന്ത്രിസഭയ്ക്കകത്ത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം കോൺഗ്രസിനകത്ത് നിന്നാൽ അവരോട് സ്പീക്കർ സ്ഥാനം കിട്ടണമെങ്കിൽ കുറ്റികുഴി വെക്കണമെന്ന് CH പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇടതുപക്ഷത്ത് ആ രീതി സഹായിച്ചു. പക്ഷെ അതിനൊരു ലീഗിന്റെ പരിവേഷമുള്ള ഗവൺമെന്റ് എന്ന് പറയാൻ കഴിയുന്ന മറിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് മുൻതൂക്കം ഉണ്ടാക്കുന്ന ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ല ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിദേശത്ത് ജോലി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകളാണ്. ഈ മലപ്പുറം ജില്ലയുടെ പ്രദേശം എന്ന് പറയുന്നത് വള്ളുവനാട്, ഏറനാട് താലൂക്കുകളിൽ ഉൾപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിങ്ങി താമസിക്കുന്ന വളരെ പാവങ്ങളായിരുന്ന മുസ്ലിം ജനവിഭാഗം. ഇവരുടെ ഉന്നമനത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. മലപ്പുറം ജില്ല രൂപീകരിച്ചതിന്റെ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് മലപ്പുറം പട്ടണത്തിൽ ഇന്നത്തെ കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആര്യാടൻ മുഹമ്മദ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. അയാളുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ഈ EMS നമ്പൂതിരിപ്പാട് ഒരു കുട്ടി പാകിസ്ഥാൻ അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. എന്നാൽ ഇന്ന് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രി അടക്കമാകാൻ വേണ്ടി കഴിഞ്ഞു ആര്യാടൻ. പക്ഷെ മലപ്പുറത്ത് നമുക്കറിയാം ആ മലപ്പുറം ജില്ലയിൽ EMS അത് നടപ്പാക്കിയതിന്റെ ഭാഗമായി ജില്ലക്കകത്ത് വലിയ മുന്നേറ്റമെല്ലാം ഉണ്ടായത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം മുസ്ലിം വിഭാഗത്തിൽ സാധാരണ നമുക്കറിയാം മുസ്ലിം പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഈ പെൺകുട്ടികളെ ഏതാണ്ട് മദ്രസ പഠനം കഴിഞ്ഞാൽ അതിന് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന സാഹചര്യം അന്നുണ്ടായിരുന്നില്ല. കാരണം സാമ്പത്തികമായി വളരെ പിറകിലായിരുന്നു നമ്മുടെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മുസ്ലിം വിഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ മുസ്ലിം വിദ്യാർത്ഥികളെ, മുസ്ലിം പെൺകുട്ടികളെ സ്കൂളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ മുസ്ലിം പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് കൊണ്ടുവന്നത്.
കാരണം നമുക്കറിയാം അന്നത്തെ സാഹചര്യത്തിൽ ആൺകുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ സാമ്പത്തികമായി കഴിയാത്തതിന്റെ ഭാഗമായി പല പെൺകുട്ടികളും മദ്രസ പഠനം പൂർത്തിയാക്കി വീട്ടിലിരിക്കുന്ന സ്ഥിതിയുണ്ടായത്. അങ്ങനെ പെൺകുട്ടികളെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി EMS കൊണ്ടുവന്ന മുസ്ലിം കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അത് ഇന്നും കേരളത്തിൽ ആ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തുടക്കം കുറിച്ചതും EMSന്റെ ഗവൺമെന്റാണ്. അങ്ങനെ കേരളത്തിൽ ഈ EMSന്റെ രണ്ട് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും അതിനുശേഷം നമുക്കറിയാം 80-ൽ വന്നിട്ടുള്ള VK നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റ് കൊണ്ടുവന്ന EMS ഗവൺമെന്റിന്റെ തുടർച്ചയുടെ ഭാഗമായി നായനാരുടെ നേതൃത്വത്തിൽ വന്ന ഗവൺമെന്റ് കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കേരളത്തിന്റെ നേട്ടങ്ങൾ തന്നെയാണ്. EMS നായനാരാണ് നമുക്കറിയാം കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് നയിച്ചത്. ഇന്നൊരു പക്ഷേ ലോകത്തിന്റെ ശരാശരി എടുത്ത് പരിശോധിക്കുമ്പോൾ ലോകത്തിലെ സമ്പന്ന മുതലാളിത്ത രാജ്യങ്ങളെക്കാളും ഉയർന്ന തലത്തിലേക്ക് സാക്ഷരത നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. 99.100% സാക്ഷരത നേടാൻ കേരളത്തിന് കഴിഞ്ഞത് ആ ഒരു ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. ആ രീതിയിൽ ഒരുപാട് ഇടപെടലുകൾ നായനാർ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കേരളത്തിന്റെ ഏറ്റവും എടുത്തു പറയാവുന്ന അധികാര വികേന്ദ്രീകരണം, ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്താണ് പാർലമെന്റിനകത്ത് ഈ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇത് അവതരിപ്പിച്ചത് കോൺഗ്രസ് ആണ് പാർലമെന്റിൽ അവതരിപ്പിച്ചതെങ്കിലും ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും ഈ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയിട്ടില്ല. അത് നടപ്പാക്കിയതുകൊണ്ട് കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും മറ്റു ചില സംസ്ഥാനങ്ങളിൽ ബാധികമായിട്ടുമാണ് നടപ്പാക്കിയത്. പക്ഷെ കേരളത്തിൽ നമുക്കറിയാം കേരള സംസ്ഥാനത്തിന് പദ്ധതി വിഹിതവുമായി കിട്ടുന്ന ആ പദ്ധതി കേരളത്തിലെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഖജനാവിലേക്ക് വരുന്ന പണത്തിന്റെ 40% താഴെത്തട്ടിലേക്ക് കൊടുത്തു. താഴെത്തട്ടിലേക്ക് കൊടുക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിന്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെ താഴെത്തട്ടിലെ വിഭാഗങ്ങൾ ഇവർക്ക് പണവും അതുപോലെ തന്നെ അധികാരവും ചില ഉദ്യോഗസ്ഥന്മാരെ അടക്കം കൈമാറി. കൃഷി വകുപ്പ്, അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ്, ആരോഗ്യ മേഖല, ഇതൊക്കെ താഴെത്തട്ടിലേക്ക് കൊടുത്തു. ആദ്യം കൊടുക്കുമ്പോൾ ഗവൺമെന്റ് പറഞ്ഞത് ഇതിന് ചില സെക്ടർ ബേസായി പണം ചെലവഴിക്കണം. ഇപ്പോൾ കാർഷിക പദ്ധതി വിഹിതത്തിന്റെ കിട്ടുന്ന പഞ്ചായത്തുകൾ കിട്ടുന്ന പണം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ പഞ്ചായത്തുകൾ ഇത്രയും വലിയ സംഖ്യ ഒന്നിച്ച് കാണുന്നതും കൈകാര്യം ചെയ്യുന്നതും ഈ ജനകീയ ആസൂത്രണം ശ്രീരാവ് നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പാക്കിയ സമയത്താണ്. ആ രീതി നടപ്പാക്കിയപ്പോൾ കേരളത്തിൽ നമുക്കറിയാം വലിയ മുന്നേറ്റം. എന്താ കേരളത്തിൽ നമ്മൾ നടപ്പാക്കേണ്ട ഗവൺമെന്റ് എന്ന് വെച്ച നിർദ്ദേശം? കാർഷിക മേഖലയിൽ, അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിൽ, സേവന മേഖലയിൽ. ഉദ്ദേശിച്ച കാർഷിക മേഖല എന്ന് പറയുന്നത് ഉൽപാദന മേഖല. ഉൽപാദന മേഖലയിൽ നമുക്ക് പഞ്ചായത്തിന് 1 കോടി രൂപ പഞ്ചായത്തിന് കൊടുക്കുമ്പോൾ അതിന്റെ 40% എന്ന് പറയുന്ന 40 ലക്ഷം രൂപ അവിടുത്തെ കൃഷി ഇതുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കണം. കാർഷിക മേഖലയിൽ നമുക്കറിയാം പുതിയ കൃഷി രീതിയെ കുറിച്ച് പഠിപ്പിക്കാം. കർഷകർക്ക് ചുറ്റും വളവും സബ്സിഡി നിരക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും, ട്രാക്ടർ ഇറക്കാൻ വേണ്ടി കഴിയും, ചെറിയ ചിറകൾ നിർമ്മിക്കാൻ കഴിയും, കനാലുകൾ നിർമ്മിക്കാൻ കഴിയും. അങ്ങനെ കാർഷിക മേഖലയിൽ അതുപോലെ തന്നെ കിണറുകൾ കുഴിക്കുന്നതിനും പമ്പ് സ്വിച്ച് വാങ്ങുന്നതിനുമൊക്കെ സബ്സിഡി കൊടുത്തുകൊണ്ട് കർഷകരെ സഹായിച്ചു. അത് കാർഷിക മേഖലയിൽ കേരളത്തിലെ പതിറ്റാണ്ടുകളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റം ഈ ഗവൺമെന്റിന്റെ ഈ നയത്തിന്റെ ഭാഗമായി നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. ആരോഗ്യരംഗത്ത് സേവന മേഖലയിൽ ഏതാണ്ട് 30% എന്ന് പറയുമ്പോൾ 30 ലക്ഷം രൂപ ചെലവഴിക്കും 1 കോടി കിട്ടുന്ന പഞ്ചായത്തുകൾ. ആ 30 ലക്ഷം രൂപ ചെലവഴിക്കുമ്പോൾ അത് ഗ്രാമപ്രദേശങ്ങളിലെ സർക്കാർ ഹെൽത്ത് സെന്ററുകൾ, അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൂടെ പാവപ്പെട്ട രോഗികൾക്ക് അവിടെ ചികിത്സ കൊടുക്കുന്നു. അവർക്ക് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി പണം ചെലവഴിക്കുന്നു. അവരുടെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഈ പണം ചെലവഴിക്കുന്നു. അല്ലാത്ത കുട്ടികൾക്ക് പോഷകാഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. ഇതിലൊക്കെ ഈ സേവന മേഖലയിൽ ഈ പണം ഉപയോഗപ്പെടുത്തി നമ്മുടെ പ്രദേശത്ത് ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റം ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. സേവന മേഖലയിലാണെങ്കിൽ നമുക്കറിയാം പണ്ട് നമ്മുടെ ഊടുവഴികൾ എന്ന് പറയുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ ഇടവഴികളായിരുന്നുവെങ്കിൽ ഈ ജനകീയ ആസൂത്രണം വന്നതിലൂടെ നമുക്കതൊക്കെ റോഡുകളാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ ഗതാഗതം ഗ്രാമങ്ങളിലടക്കം ഗതാഗതങ്ങൾ കൊണ്ടുവരുന്നതിനും ഗ്രാമീണ മേഖലയാകെ മെച്ചപ്പെടുത്തുന്നതിനും കഴിയുന്ന തരത്തിലേക്ക് ഈ ജനകീയ ആസൂത്രണത്തെ നമുക്ക് ഉപയോഗിക്കാനും കാർഷിക രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തും ഗ്രാമീണ മുന്നേറ്റത്തിനും
വലിയ ഇടപെടൽ ഇതിന്റെ ഭാഗമായി ചെയ്യാൻ കഴിയുകയും വലിയ മുന്നേറ്റം ഇതിന്റെ ഭാഗമായി ഉണ്ടാക്കാനും വേണ്ടി കഴിഞ്ഞു. ഇന്ന് നമുക്കറിയാം, ലോകത്തെ നമ്മുടെ ആരോഗ്യ രംഗത്ത് എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ സാധാരണയായി താരതമ്യം ചെയ്യുന്ന അമേരിക്കയോടാണ്. അമേരിക്കയിൽ നമുക്കറിയാം, അവിടെ 100 കുട്ടികൾ ജനിക്കുമ്പോൾ 13 കുട്ടികൾ ുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ, ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഈ കൊച്ചു കേരളത്തിൽ ഏതാണ്ട് 9 കുട്ടികൾ താഴെയാണ് 100 കുട്ടികൾ ജനിക്കുമ്പോൾ മരണപ്പെടുന്നത്. അതുപോലെ തന്നെ ആയുർദൈർഘ്യം ലോകത്തിൽ തന്നെ കണക്കാക്കിയിട്ടുള്ളത് ആയുർദൈർഘ്യത്തെ 60 വയസ്സാണെങ്കിൽ കേരളത്തിന്റെ അതിൽ കൂടുതലാണ് കേരളത്തിന്റെ ആയുർദൈർഘ്യം. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് സാക്ഷരത കാര്യം നേരത്തെ സൂചിപ്പിച്ചു. ലോകത്തെ സാക്ഷരത കാര്യത്തിൽ 97% വരെയാണ് മുതലാളിത്ത രാജ്യങ്ങളുള്ളതെങ്കിൽ കേരളത്തിൽ 99.something ഏതാണ്ട് 100% വരുന്ന സാക്ഷരത കൈവരിക്കുന്നതിന് വേണ്ടി നമുക്ക് കേരളത്തിൽ കഴിയുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ. ഈ നേട്ടങ്ങളൊക്കെ ഇതിനുശേഷം നമുക്കറിയാം, ഈ പലപ്പോഴായി ഇടതുപക്ഷം ഇരിക്കുന്ന അല്ലാത്ത സമയത്ത് ഒരു അധികാരത്തിൽ വന്നിട്ടുള്ള UDF ആണ്. UDF ഭരിച്ച സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ എടുത്തു പറയാൻ കഴിയാവുന്ന തരത്തിലുണ്ടാക്കാൻ വേണ്ടി കഴിയും. കേരളത്തിൽ 10 ലക്ഷക്കണക്കിന് വരുന്ന കർഷക തൊഴിലാളികൾ, ആ കർഷക തൊഴിലാളികൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്, നായനാർ കൊണ്ടുവന്നതാണ്. ആ പെൻഷൻ പദ്ധതി നമുക്കറിയാം, നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് അന്നത്തെ മുസ്ലിം ലീഗിന്റെ MLA ആയിരുന്ന അന്തരിച്ച സിദ്ദി ഹാജി അന്ന് നിയമസഭയിൽ പറഞ്ഞത്, ഇങ്ങനെ ഗവൺമെന്റ് കൊടുക്കുന്ന പണം മുസ്ലിങ്ങൾ കൈപ്പറ്റിയാൽ അത് പടച്ചോൻ പൊറുക്കൂലവും സ്വർഗത്തിൽ പോകാൻ കഴിയില്ല എന്നവർ തിരിച്ചറിയിപ്പിച്ചത്. അതിനെ എതിർക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, മലപ്പുറം ജില്ലയിലെ പെൻഷൻ വാങ്ങുന്നതിൽ ബഹുഭൂരിപക്ഷം വരുന്നത് മുസ്ലിം ലീഗിന് കോണി അടയാളത്തിന് വോട്ട് ചെയ്യുന്ന പാവപ്പെട്ട കാരണവന്മാരും വയസ്സായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെല്ലാം പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ തൊഴിലെടുക്കുന്ന എല്ലാ മേഖലയിലും, നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നു. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഗൾഫ് പണം ഉപയോഗിച്ച് ഏറ്റവും നന്നായി നടക്കുന്ന നിർമ്മാണ മേഖലയാണ്. വീടുകൾ, കെട്ടിടങ്ങൾ. ഈ നിർമ്മാണ മേഖലയിൽ 10,000-കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്നുണ്ട്. ഈ തൊഴിലാളിക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, അവർക്ക് പെൻഷൻ കൊടുക്കുന്നു, അവർക്ക് ക്ഷേമനിധി കൊടുക്കുന്നു, അതിലൂടെ അവന്റെ ജീവിതം സുരക്ഷിതമാക്കുന്നു. ഇവൻ 60 വയസ്സ് കഴിഞ്ഞാൽ അവന് പണിയെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഗവൺമെന്റ് അവന് പെൻഷൻ കൊടുക്കുന്നു. അതിൽ തന്നെ 60 വയസ്സ് കഴിഞ്ഞാൽ ഈ ക്ഷേമത്തിൽ നിന്ന് റിട്ടയർമെന്റ് നൽകുന്നു. അങ്ങനെ അതുപോലെ തന്നെ മറ്റ് ചികിത്സാ സൗകര്യത്തിന്, പെൺകുട്ടികളുടെ വിവാഹം, അതുപോലെ തന്നെ പഠനം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ തന്നെ ഈ ഗവൺമെന്റ് പണം ഇതിൽ ക്ഷേമനിധിയിൽ നിന്ന് പണം കൊടുക്കാവുന്ന തരത്തിലേക്ക് ഈ ക്ഷേമനിധി കേരളത്തിൽ മെച്ചപ്പെടുത്തിക്കൊണ്ടതും ഇടതുപക്ഷ ഗവൺമെന്റുകളാണ്. അങ്ങനെ കേരളത്തിലെ എല്ലാ നേട്ടങ്ങളും ഇപ്പൊ നമുക്കറിയാം. കേരളത്തിൽ 1980 നമ്മുടെ രാജ്യത്ത് കേരള സംസ്ഥാനത്തിനകത്ത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുള്ള ഒരു സംഭവം എന്തായിരുന്നു? അന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിൽ ഒരു ജൂലൈ മാസത്തിൽ നടത്തിയിട്ടുള്ള ഒരു സമരമുണ്ട്. ഏതാണ്ട് മലപ്പുറം കലക്ടറേറ്റിലേക്ക് മുസ്ലിം ലീഗ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയി യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മലപ്പുറം കലക്ടറേറ്റിലേക്ക് മാർച്ച് നടക്കുകയും മാർച്ച് അക്രമാസക്തമാവുകയും ഇതിനെ തുടർന്ന് ഒരു പോലീസുകാരൻ കൊല ചെയ്യപ്പെടുകയും ഇതിനെ തുടർന്ന് പോലീസിന്റെ വെടിവെപ്പിൽ 3 ചെറുപ്പക്കാരാണ് കൊല ചെയ്യപ്പെട്ടത്. മജീദ്, റഹ്മാൻ, കുഞ്ഞിപ്പ എന്ന് പറയുന്ന 3 ചെറുപ്പക്കാർ. പക്ഷെ എന്തായിരുന്നു ഇവരുടെ മുദ്രാവാക്യം? അവരുടെ മുദ്രാവാക്യം അക്കമഡേഷൻ, ഡിക്ലറേഷൻ, ക്വാളിഫിക്കേഷൻ എന്നായിരുന്നു. സ്കൂളുകളിൽ നമുക്കറിയാം ഭാഷ പഠിപ്പിക്കുന്നത്. ഇപ്പോ സംസ്കൃതമാകാം, അറബിയാകാം, ഉറുദു ആകാം, ഇങ്ങനെ ഭാഷ പഠിക്കുന്ന കുട്ടികൾ. ഏതാണ്ട് ഭരണകാലഘട്ടത്തിൽ ഇത് കൊണ്ടുവരുന്നത് വരെ ഇവിടുത്തെ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരെ ഏതാണ്ട് ക്ലാസ് മുറിയിലും അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമുക്കറിയാം ഉച്ചക്കഞ്ഞി വെക്കുന്ന ഷെഡിനകത്ത്, അല്ലെങ്കിൽ വേനൽക്കാലമാണെങ്കിൽ ഏതെങ്കിലും മരച്ചുവട്ടിലിരുന്നു കൊണ്ടാണ് അറബി പഠിച്ചിരുന്നത്, സംസ്കൃതം പഠിച്ചിരുന്നത്. അതിനുള്ള ഭേദഗതി എന്നുള്ള രീതിയിൽ നായനാർ ഗവൺമെന്റ് പറഞ്ഞത്, അങ്ങനെ പഠിക്കുമ്പോൾ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ എന്റെ മകൾക്ക് അറബി പഠിക്കാൻ താല്പര്യമാണ്, അതുകൊണ്ട് അറബിയിൽ അവർ ഉൾപ്പെടുത്തണം എന്ന് രക്ഷിതാക്കൾ ഒരു ഡിക്ലറേഷൻ ഫോം വെള്ളക്കടലാസിൽ എഴുതി ഹെഡ്മാസ്റ്റർക്ക് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്നതിനും അതിനു വേണ്ടിയുള്ള സൗകര്യം ഒരുക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് അക്കമഡേഷൻ. അക്കമഡേഷൻ എന്ന് പറഞ്ഞാൽ അത് പഠിക്കാനുള്ള ക്ലാസ് റൂം. ഡിക്ലറേഷൻ, രക്ഷിതാക്കൾ ഇന്ന ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു. അതിന് ക്വാളിഫിക്കേഷൻ. പഠിപ്പിക്കുന്ന അധ്യാപകർ നമുക്കറിയാം, പലപ്പോഴും അന്ന് ഈ അറബിയൊക്കെ പഠിപ്പിക്കുന്നവർ പക്ഷേ SSLC പാസ്സാകാത്ത ആളുകളുണ്ടാകാം. പക്ഷെ അവരെ പിരിച്ചുവിടാതെ തന്നെ പുതുതായി ഭാഷ പഠിപ്പിക്കുന്നവർക്ക് ചുരുങ്ങിയത് 10,000 പാസ്സാകണം എന്ന നിയമമാണ് നായനാർ കൊണ്ടുവന്നത്. അതൊരിക്കലും മുസ്ലിം വിഭാഗത്തിനെതിരല്ല. പക്ഷെ അത് മുസ്ലിം വിഭാഗത്തിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ആകെ ഇളക്കി ആ രീതിയിൽ ആളുകളെ മാറ്റി ജയിച്ച് ഒരു കലാപം ഉണ്ടാക്കി. അതിൽ നിന്ന് 3 ആളുകളെ രക്തസാക്ഷികളാക്കി.
പക്ഷെ ഇപ്പോൾ നമുക്ക് ചോദിക്കാൻ വേണ്ടി നമുക്ക് കൃത്യമായിട്ടോട് ചോദിക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾ മൂന്ന് ചെറുപ്പക്കാരെ നിങ്ങൾ രക്തസാക്ഷികളാക്കി. പക്ഷെ അതിനുശേഷം നായനാരുടെ ഭരണം മാറിയതിനു ശേഷം എത്ര തവണ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നു? ഇപ്പോഴും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാന്യനായ അബ്ദുറബ്ബാണ്. അബ്ദുറബ്ബ് ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴും അന്ന് നായനാർ കൊണ്ടുവന്ന അക്കമഡേഷൻ, ഡിക്ലറേഷൻ, ക്വാളിഫിക്കേഷൻ ഇന്നും നിലനിൽക്കുകയാണ്. അബ്ദുറബ്ബ് അങ്ങനെയാണെങ്കിൽ അത് മാറ്റേണ്ടതല്ലേ? പക്ഷെ അത് മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല. അവരെ സംബന്ധിച്ച് ഭരണം നഷ്ടപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള കലാപപരമായ വിഷയങ്ങളും കലാപങ്ങളും ഉണ്ടാക്കി ആ രീതിയിൽ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ചെയ്തതെന്ന് വളരെ കൃത്യമായി നമുക്ക് ഇതിൽ നമ്മൾ കാണാൻ വേണ്ടി കഴിയുന്ന വസ്തുതയാണ് കേരളത്തിൽ. വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോഴും ആ രീതിയിൽ നിൽക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ലൈവായിട്ടുള്ള വിഷയം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭൂമി എന്ന് പറയുന്നത് പൊതുസ്വത്താണ്. പൊതുസ്വത്ത് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതി പണമാണ് സർക്കാരിന്റെ പണം. അങ്ങനെ നമ്മുടെ നികുതി പണത്തിന്റെ ഭാഗമായിട്ടുള്ള നേരത്തെ വന്നിട്ടുള്ള സ്വത്താണ് യൂണിവേഴ്സിറ്റിയുടെ സ്വത്ത്. ആ സ്വത്തിൽ ആളുകൾക്ക്, മുസ്ലിം ലീഗിന്റെ ആളുകൾക്ക്, നമുക്കറിയാം ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ ബന്ധുവില്, കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവില്, അതുപോലെ തന്നെ ബഹുമാന്യനായ ശിഹാബുദങ്ങളുടെ ഹൈദരലി ശിഹാബുദങ്ങളുടെയൊക്കെ പേരിൽ ട്രസ്റ്റുകളുണ്ടാക്കി അതിന്റെ ഏക്കർ കണക്കിന് ഭൂമി തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് മന്ത്രിമാരെ പറയുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ട്രസ്റ്റ് രൂപീകരിച്ച് അതിന്റെ പേരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പണം കൊടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കുലർ കൊടുക്കുന്നു. ഇങ്ങനെ സർക്കുലർ കൊടുത്ത് അവർ കോടിക്കണക്കിന് രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ പണം തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഇതെന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഇവരുടെ വളരെ നഗ്നമായിട്ടുള്ള അഴിമതിയാണ് ഇതിലൂടെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥാപനത്തിന്റെ ഭൂമി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലോ ലോകത്തിലോ ഇതിൽ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ ഭരണം കിട്ടുമ്പോൾ ഏത് തരത്തിലായാലും അവർക്ക് പ്രശ്നമല്ല എന്നുള്ള രീതിയിലുള്ള നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ മേഖലയിൽ ഇപ്പോഴത്തെ വിഷയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ മേഖലയിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് 10-11 മാസക്കാലമായി UDF-ന്റെ ഭരണമാണ്. അതിന് മുമ്പ് 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വരുന്നത്. അതിനു മുമ്പ് ഭരിച്ചിരുന്നത് UDF-ന്റെ ഭരണമാണ്. നമുക്കറിയാം കഴിഞ്ഞ UDF-ന്റെ ഭരണ കാലഘട്ടത്തിൽ കേരളത്തിൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം പുതിയ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയും നരസിംഹറാവു പ്രധാനമന്ത്രിയുമായ സമയത്ത് നമ്മുടെ രാജ്യത്തിൽ നടപ്പാക്കിയിട്ടുള്ള ആഗോള ഉദാരവൽക്കരണ നയം. ഈ ആഗോള ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു. ആ സ്വകാര്യവൽക്കരിക്കപ്പെട്ടതിന്റെ ഭാഗമായി നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ വലിയ കാർഷിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, സേവന മേഖലയിൽ വലിയ തകർച്ചയെ നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ആ തകർച്ചയുടെ ഭാഗമായി നമുക്കറിയാം അതിന്റെ ഭാഗമായി കാർഷിക മേഖലയിലുണ്ടായ തകർച്ചയുടെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രിയുടെ കണക്കനുസരിച്ച് ഓരോ അരമണിക്കൂറിലും ഒരു കർഷകൻ ഇന്ത്യ രാജ്യത്ത് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രധാനമന്ത്രി അവതരിപ്പിച്ച കണക്ക് സൂചിപ്പിക്കുന്നത് 3.5 ലക്ഷത്തോളം വരുന്ന കർഷകരെ ഇന്ത്യ രാജ്യത്ത് ആത്മഹത്യ ചെയ്തിരുന്നു. കഴിഞ്ഞ UDF-ന്റെ ഭരണകാലഘട്ടത്തിൽ കേരളത്തിൽ 1400 കർഷകരാണ് ആത്മഹത്യ ചെയ്തിരുന്നത്. എന്നാൽ അതിനുശേഷം അധികാരത്തിൽ വന്ന VS-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഒരാളും ആത്മഹത്യ ചെയ്തിട്ടില്ല. അപ്പോൾ VS-ന്റെ കാലഘട്ടത്തിൽ ആളുകൾ ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള കാരണം ആ ഗവൺമെന്റ് ക്രിയാത്മക നടപടികൾ കേരളത്തിൽ നടപ്പാക്കി. നമുക്കറിയാം UDF-ന്റെ ഭരണകാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്ത 1400 കുടുംബങ്ങളുടെ വീടുകളിലും കേരളത്തിലെ മന്ത്രിമാർ നേരിട്ട് പോയി അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ആശ്വാസമായി 50,000 രൂപ ആദ്യം നൽകുകയും ചെയ്തു. പിന്നീട് ഗവൺമെന്റ് തീരുമാനിച്ചത് കാർഷിക കടം എഴുതിത്തള്ളുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യറി പദവിയുള്ള ഒരു കാർഷിക കടാശ്വാസ കമ്മീഷനെ നിയമിച്ചു. ആ കാർഷിക കടാശ്വാസ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അബ്ദുൽ ഗഫൂർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചുള്ള കടാശ്വാസ കമ്മീഷൻ കേരളത്തിലെ ഇത്തരത്തിലുള്ള സർവീസ് സഹകരണ ബാങ്കുകളിൽ നിന്ന് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുത്ത് ജപ്തി നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചു. ഏതാണ്ട് 5.5 ലക്ഷത്തോളം വരുന്ന അപേക്ഷകൾ ആ കമ്മീഷൻ മുമ്പാകെ ലഭിച്ചു. ആ ലഭിച്ച അപേക്ഷകൾ പല രീതിയിലേക്ക് തീർപ്പ് കൽപ്പിച്ചതിന്റെ ഭാഗമായി കേരളത്തിൽ 3.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഗവൺമെന്റ് ആശ്വാസം കൊടുത്തു. 100 കോടി രൂപയാണ് VS-ന്റെ ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചത്.
അതുകൊണ്ട് തന്നെ കർഷകർക്ക് ആ രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും ഒരു അത്താണി പോലെ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഹായിച്ചിരുന്നു. അതുകൊണ്ട് കർഷകർ ആത്മഹത്യ ചെയ്യാതിരുന്നു. ഏതാണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം മാറി കേരളം 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വന്ന് 11 മാസം പിന്നിട്ടപ്പോഴേക്കും കേരളത്തിൽ 54 പേർ ഇതിനകം ആത്മഹത്യ ചെയ്തു കർഷകർ. ഈ ആത്മഹത്യ ചെയ്ത കർഷകരെ കുറിച്ച് ഒരക്ഷരവും സർക്കാർ അല്ലെങ്കിൽ മന്ത്രിമാരോ പറയുന്നില്ല. കാരണം കർഷകർ ആത്മഹത്യ ചെയ്ത് കാർഷിക രംഗത്തെ വിലത്തകർച്ചയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി നമുക്കറിയാം രാസവളത്തിന് വലിയ തോതിൽ വില വർദ്ധിച്ചു. രാസവളത്തിന് വില വർദ്ധിപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം ലോകത്ത് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനേറ്റും ശ്രീലങ്കനേറ്റും ബംഗ്ലാദേശൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അവിടത്തേക്കാളും വലിയ തോതിൽ നമ്മുടെ രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചിരിക്കുന്നു. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഗവൺമെന്റ് എല്ലാ രംഗത്തും സ്വകാര്യവൽക്കരിച്ചതിന്റെ ഭാഗമാണ്. കാരണം ഗവൺമെന്റ് പെട്രോളിയം ഉത്പാദിപ്പിക്കുന്നത് ഗവൺമെന്റ് പൊതുമേഖലയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിലുണ്ട്. അപ്പൊ സ്വകാര്യ മേഖലയിലെ കമ്പനികളുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഈ പെട്രോളിനും ഡീസലിനും വില നിശ്ചയിക്കാനുള്ള അധികാരം ഇതുവരെ ഗവൺമെന്റിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൊടുത്തു. അപ്പൊ സ്വകാര്യ കമ്പനികൾ റിലയൻസിനെ പോലെയുള്ള SRനെ പോലെയുള്ള സ്വകാര്യ കമ്പനികളാണ് പെട്രോളിന്റെ വില തീരുമാനിക്കുന്നത്. അവർ ചേർന്ന് അവർക്ക് ഇത്ര രൂപ നഷ്ടമുണ്ട് എന്നുള്ള കണക്ക് ഗവൺമെന്റിന് കൊടുക്കുന്നു. ആ കണക്ക് കൊടുത്താൽ ആ കണക്ക് വെച്ചുകൊണ്ട് ഗവൺമെന്റ് ഡീസലിന്റെ പെട്രോളിനും വില വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓരോ അർദ്ധരാത്രിയിലും അർദ്ധരാത്രി നമ്മൾ ആ രീതിയിൽ ഉറക്കത്തിലാവുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തിനകത്ത് പെട്രോളിന്റെ വില വർദ്ധിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോഴാണ് പെട്രോളിന്റെ വില വർദ്ധിച്ച വിവരം നമ്മൾ അറിയുന്നത്. ഇപ്പോൾ നമുക്കറിയാം പാകിസ്ഥാനും ബംഗ്ലാദേശിലും ഒക്കെ ഇന്ത്യയെക്കാളും വളരെ കുറഞ്ഞ നിരക്കിലാണ് പെട്രോൾ കൊടുക്കുന്നത്. ഏതാണ്ട് 40 രൂപ 35 രൂപയൊക്കെ തോതിൽ പെട്രോൾ കൊടുക്കുമ്പോൾ ഇവിടെ ഏതാണ്ട് 62 രൂപയോളം ആ രീതിയിലേക്ക് റേറ്റ് നിശ്ചയിച്ചിരിക്കുന്നു. ഇതൊക്കെ ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ ഈ കമ്പനികൾ പറഞ്ഞത് ഇവർക്ക് 9 രൂപ 40 പൈസ കൂടി ഇത്ര കൂട്ടിക്കൊടുക്കണം എന്നാണ് കേന്ദ്രത്തിൽ ആവശ്യപ്പെട്ടുള്ളത്. അത് കേന്ദ്രം കൂട്ടിക്കൊടുത്തില്ലെങ്കിലും അവർക്ക് കൂട്ടാനുള്ള അധികാരം നേരത്തെ ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ കൈകളിലേക്ക് കൊടുത്തതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ഇത്തരം കമ്പനികളുടെ ആ രീതിയിൽ ആസ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാർഷിക രാജ്യമാണ്, അല്ലെങ്കിൽ അത്ര സമ്പന്ന രാജ്യമല്ല. പക്ഷെ നമുക്ക് പറയാം ലോകത്ത് നമ്മളെ ചില ലോക വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ലോകത്തെ കോടീശ്വരന്മാരുടെ പേരുകൾ പ്രഖ്യാപിക്കാറുണ്ട്. നമുക്കറിയാം 2 വർഷം മുമ്പ് വരെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കക്കാരനായിട്ടുള്ള ഒരു കക്ഷിയായിരുന്നു. അയാള് ബിൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞ അദ്ദേഹം മൈക്രോസോഫ്റ്റ്വെയറിന്റെ ഉടമയായിരുന്നു. ഇന്ന് ലോകത്തെ കോടീശ്വരന്മാരുടെ കൂട്ടത്തിലേക്ക് വരുന്നത് അംബാനിമാരാണ്. ഇപ്പോൾ ആളുകൾക്ക് ഇപ്പം ബോംബെയിൽ ഒക്കെ വന്നു പോകുന്ന ആളുകൾക്കറിയാം, ബോംബെയിൽ അനിൽ അംബാനിക്ക് ഉണ്ടാക്കുന്ന വീടിന്റെ ചെലവ് പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത 4000 കോടി രൂപയാണ്. ഏതാണ്ട് 27 നിലകളിലുള്ള വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പട്ടണങ്ങളിലൊക്കെ തന്നെ ഗൾഫ് നടക്കം കണ്ടിട്ടുണ്ടാവും. ആ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ ഇത്തരത്തിലുള്ള കോടീശ്വരന്മാരിൽ നിന്ന് കോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഏതാണ്ട് ഇപ്പോൾ 60ഓളം വരുന്ന കോടീശ്വരന്മാർ നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് ഗവൺമെന്റ് തന്നെ പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി വൈദേശിക ശക്തികൾക്കും അതിൽ കൂട്ടി നിൽക്കുന്ന ഇന്ത്യയിലെ ഏകദേശമായിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കോടീശ്വരന്മാർക്കും സർക്കാരിന് ചെയ്തു കൊടുക്കുന്ന ഒരു പാവ ഗവൺമെന്റായി മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ നടത്തുന്നു. ഇവിടെ രാസവളം ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് പൊതുമേഖലയിലുണ്ട്, സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. ഈ രാസവളം ഉണ്ടാക്കുന്ന കമ്പനികളോട് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് അതിന് നിങ്ങൾക്ക് വില നിശ്ചയിക്കാം. അപ്പൊ അവർ നിശ്ചയിക്കുന്നതിനാണ്. അപ്പൊ അതിന്റെ ഭാഗമായി കഴിഞ്ഞ 6 മാസം കൊണ്ട് പൊട്ടാഷിന്റെയും അതുപോലെ തന്നെ യൂരിയയുടെയും കാറ്റം കോസിന്റെയൊക്കെ വില ഏതാണ്ട് 100 ഇരട്ടിയോളം കൊണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. വലിയ തോതിലേക്കുള്ള വർദ്ധനവ് ആ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി ഇവിടുത്തെ കാർഷിക മേഖലയിൽ വലിയ തകർച്ച നേരിടുന്നു. ഇപ്പോൾ തന്നെ ഇന്ത്യ രാജ്യവും കേരളമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഭീഷണി മണ്ണെണ്ണയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്കെല്ലാം വൈദ്യുതി എത്താത്ത പ്രദേശങ്ങളിൽ കാർഷിക ആവശ്യങ്ങൾക്ക് മണ്ണെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകളാണ് കർഷകർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മണ്ണെണ്ണ എന്ന് പറയുന്നത് കേരളത്തിലേക്ക് കിട്ടാത്ത മാറിയിരിക്കുന്നു.
ഇന്ത്യ രാജ്യവും ഈ നയത്തിന്റെ ഭാഗമായ മണ്ണെണ്ണ നിയന്ത്രണം പോലും ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞ രീതിയിലേക്ക് ഇപ്പൊ കേരളത്തിന് മറ്റേ ഓരോ റേഷൻ കാർഡുകളുടെ മറ്റും കൊടുക്കുന്ന മണ്ണെണ്ണയുടെ അളവെന്ന് പറയുന്നത് ഒരു മാസത്തിൽ 500 മില്ലിയാണ്. 1/2 ലിറ്റർ മണ്ണെണ്ണയാണ് കൊടുക്കുന്നത്. ആ രീതിയിലേക്ക് ഈ ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി പോയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ആഗോളവൽക്കരണ നയം നടപ്പാക്കുന്നത് വരെ നമ്മുടെ രാജ്യത്തിന്റെ ഒരവസ്ഥ എന്തായാലും കേരളത്തെ സംബന്ധിച്ച് എല്ലാ നാട്ടുകളിലും റേഷൻ ഷാപ്പുകളും ഈ ഗവൺമെന്റ് ഈ നയം നടപ്പാക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ റേഷൻ ഷാപ്പിന്റെ ഒരു ബോർഡിന്റെ നിറം നമുക്കറിയാം. റേഷൻ ഷാപ്പിന്റെ ബോർഡിന്റെ നിറം മഞ്ഞ പെയിന്റ് അടിച്ച് അതിൽ കറുത്ത പെയിന്റ് കൊണ്ട് റേഷൻ ഷാപ്പ് എന്നാണ് എഴുതിയിരുന്നത്. പക്ഷെ ആ റേഷൻ ഷാപ്പ് എന്ന പേര് ഗവൺമെന്റിന്റെ സ്ഥാപനത്തിന് പോലെയാകുമ്പോൾ വേണ്ടിയത്. എന്നാൽ ഈ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് അതിന്റെ ബോർഡിലൊരു മാറ്റം വരുത്തി. എന്താ മാറ്റം വരുത്തിയത്? അതിന് വെള്ള പെയിന്റ് അടിച്ച് നീല പെയിന്റ് കൊണ്ട് പൊതുവിതരണ കേന്ദ്രം എന്നാണ്. പക്ഷെ നമുക്ക് ബോർഡിലെ നാമമാറ്റത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അതിലൂടെ നമ്മളിൽ നിന്ന് കവർന്നെടുക്കുന്ന ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു, നേരത്തെ റേഷൻ ഷാപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 2 രൂപ 30 പൈസയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് പൊതുവിതരണ കേന്ദ്രമായി മാറുമ്പോഴേക്കും അത് 10 രൂപ 50 പൈസയായി വർദ്ധിക്കുന്നു. അപ്പോൾ ബോർഡിന്റെ നടമാറ്റം ആ രീതിയിൽ. അതുപോലെ തന്നെ ഗോതമ്പ്, മറ്റ് റേഷൻ ഷാപ്പിലൂടെ വിതരണം ചെയ്യുന്ന ധാന്യങ്ങൾ, ഇതിനൊക്കെ തന്നെ ഈ രീതിയിലേക്കുള്ള വലിയ തൊഴിൽ വില വർദ്ധിക്കുന്ന ഈ നയത്തിന്റെ ഭാഗമായി അങ്ങനെ എല്ലാം റേഷൻ മേഖലയിൽ. അതുപോലെ തന്നെ നമുക്കൊരു ആരോഗ്യ മേഖലയിലും ഈ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളോട് അതിന്റെ ഉൽപാദന ചെലവനുസരിച്ച് വില നിശ്ചയിക്കുന്നതിനുള്ള അനുവാദമാണ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ ജീവന്മാരായ കമ്പനികൾ അത് മരുന്ന് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവർക്ക് തോന്നുന്ന രീതിയാണ്. എന്നാൽ 250% നമുക്ക് മരുന്നുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വില വർദ്ധിച്ചു. ഇതിന്റെ ഭാഗമായി വലിയ പ്രയാസം നമ്മുടെ രാജ്യത്ത് സാധാരണ രോഗികൾ നേരിട്ടുകൊണ്ടിരിക്കും. ഇതിനെ സംബന്ധിച്ച് സാധാരണ ഒരു ചെറിയ രോഗം വന്നാൽ പോലും ആളുകൾക്ക് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ കഴിയാത്ത വലിയ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യത്ത് ഈ കേരള സർക്കാരുകളുടെ നയത്തിന്റെ ഭാഗമായി കൊണ്ടുപോകുന്നത്. ഇത് വലിയ പ്രത്യാഘാതം നമ്മുടെ ജനജീവിതത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ രീതിയിലേക്ക് വന്നാൽ ആളുകളുടെ ഒരു കൂട്ട ആത്മഹത്യയിലേക്ക്, ഇപ്പോൾ ഒറ്റപ്പെട്ട ആത്മഹത്യയാണെങ്കിൽ ഇനിയൊരു പക്ഷേ കൂട്ട ആത്മഹത്യയിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്ന നയ സമീപനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ വളരെ വിശാലമായി കാണേണ്ടതല്ല. അപ്പോൾ ഈ ഗവൺമെന്റ് നടപ്പാക്കുന്ന നയങ്ങൾ ഏതാണ്ട് ഒക്കെ ആഗോളവൽക്കരണ നയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആഗോളവൽക്കരണ നയം നടപ്പാക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിനെ അനുകൂലിച്ചുകൊണ്ടാണ് മലബാറിലും മലപ്പുറത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ പുനാനി ഭാഷ എന്ന് പറയുന്ന മുസ്ലിം ലീഗ്. നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളം എന്ന പേര് തന്നെ കിട്ടിയത് കേരളം തിന്നിയ നാട് എന്നതിൻ്റെ പേരിലാണ്. അവിടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും നാളികേര കർഷകരാണ്. ഈ നാളികേര കർഷകരെ സംബന്ധിച്ച് നമുക്കറിയാം കേരളത്തിൽ ഗവൺമെന്റ് തന്നെ പറഞ്ഞ കണക്കനുസരിച്ച് പ്രതിവർഷം 6000 കോടി നാളികേരമാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഈ നമ്മളെ പ്രാഥമിക നമ്മളെ വീട്ടിലെ അരച്ചാനും അതുപോലെ തന്നെ മറ്റുമൊക്കെ കഴിച്ചു വരുന്ന നാളികേരത്തിന്റെ കണക്കാണ് 6000 കോടി നാളികേരം. നമുക്കറിയാം നാളികേരത്തിന്റെ ശരാശരി വിധേയമാക്കുമ്പോൾ ഏതാണ്ട് 30 വർഷം ഒരു നാളികേരത്തിൽ 30 വർഷം മുമ്പും ഒരു നാളികേരത്തിന് 4 രൂപയുടെ വില ഉണ്ട്. അന്ന് 2 നാളികേരം മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും മത്സ്യം അതുപോലെ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു നാളികേരം അല്ലെങ്കിൽ 100 നാളികേരം കൊടുത്താൽ പോലും ഒരാഴ്ചയ്ക്കുള്ള സാധനം വാങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചു. ആനുപാതികമായി നാളികേരത്തിന്റെ വില വർദ്ധിച്ചിട്ടില്ല. എന്നാൽ ഇതിനനുസരിച്ചുകൊണ്ട് ചിന്തിക്കുന്ന നേതാക്കന്മാരാണ് പ്രസംഗിച്ചത്. ഈ നമ്മുടെ കേരളത്തിലെ നാളികേരം വളരെ വർണ്ണിച്ചാണ് അവർ സംസാരിച്ചത്. നമ്മുടെ നാളികേരം ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു നാളികേര കച്ചവടക്കാരൻ. അയാളത് കുപ്പരയാക്കി കൊണ്ടു കൊടുക്കുന്നത് കോഴിക്കോട് വെള്ളങ്ങാടിക്കാണ്. കോഴിക്കോട് വെള്ളങ്ങാടിയിൽ നിന്ന് ബോംബെ ഇന്ത്യക്ക് തീർപ്പ് കൊണ്ടുപോകുന്നു. തീർപ്പ് അത് വെളിച്ചെണ്ണയാക്കുന്നു. കൊപ്ര അങ്ങനെ അതിന് ലൈഫ് പ്രൊഡക്റ്റുകളായിട്ടുള്ള ഷാമ്പൂ, ഹെയർ അങ്ങനെ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ആഗോളവൽക്കരണ നയം വരുമ്പോൾ നമ്മുടെ നാളികേരം നേരിട്ട് അമേരിക്കയിലേക്ക് പോകും. അങ്ങനെ അമേരിക്കയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡോളർ കിട്ടും. അങ്ങനെ ഡോളർ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വലിയ സമ്പന്നരാകും എന്നാണ് പ്രചരിപ്പിച്ചത്. ഇപ്പോൾ
ഇപ്പോൾ നമുക്കറിയാം വലിയ തെങ്ങിൻ തോപ്പുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ വീട്ടിലേക്കൊക്കെ ചെന്നാൽ അവരുടെ വീട്ടിൽ തെങ്ങിന്റെ തൊട്ട് തേങ്ങ വീട് കിടക്കുക എന്നല്ലാതെ അത് പെരുക്കിയെടുക്കാൻ പോലും ചെയ്യാനാവാത്ത രീതിയിലേക്ക് നാളികേര കർഷകരുടെ ആ രീതി പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. കേരളത്തിൽ നമുക്ക് ഒരു നാളികേരത്തിന് 1 റുപ്യ വർദ്ധിച്ചാൽ കേരളത്തിൽ 6000 കോടി റുപ്യന്റെ വർധനമാണ് വരുന്നത്. 6000 കോടി രൂപയുടെ വർധനവ് കേരളത്തിലെ നാട്ടിൻ പ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ചെലവഴിക്കപ്പെടുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഒരു മുന്നേറ്റം. പക്ഷെ അതിന് സഹായകരമായ നിലപാടല്ല നമ്മുടെ ഗവൺമെന്റുകൾ, കേരളത്തിലെ ഗവൺമെന്റും കേന്ദ്രത്തിലെ ഗവൺമെന്റും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പൂർണ്ണമായി നമ്മുടെ നാട്ടിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യപ്പെടുകയാണ്. എല്ലാ മേഖലയും ആശയ കരാറുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ക്രിസ്ത്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയുള്ള കരാറ് ഏറ്റവും അധികം വരുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഈ ഉൽപ്പന്നങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ചെന്നാൽ ഇപ്പോൾ നമുക്കറിയാം, പണ്ട് ഏതാണ്ട് ഒരു തേങ്ങ കൊടുത്താൽ നമുക്ക് 1 കിലോ ആപ്പിൾ കിട്ടും. എന്നാൽ ഇന്ന് ഒരാപ്പിൾ കിട്ടണമെങ്കിൽ 10 തേങ്ങ കൊടുക്കേണ്ട രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ള ഈ മുന്നേറ്റം. ഏതാണ്ട് 1 കിലോ ആപ്പിൾ നമ്മൾ വാങ്ങണമെങ്കിൽ 60 ഉറുപ്പിക നമ്മുടെ നാട്ടിൻ പുറത്ത് കൊടുക്കണം. ഇപ്പോൾ നാളികേരത്തിന് 4 ഉറുപ്പിക കിട്ടണം. അതിന്റെ വർധന നിങ്ങൾ ആലോചിച്ച് നോക്കും. ആ രീതിയിലേക്ക് വലിയ പ്രത്യാഘാതം നമ്മുടെ കേരള സംസ്ഥാനത്തിനകത്ത്, ഇന്ത്യ രാജ്യത്തിനകത്ത് ഈ ഗവൺമെന്റുകളുടെ നയത്തിന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രത്യാഘാതമാണ് ഈ നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി നമുക്കറിയാം, ലോകത്ത് ഇപ്പോൾ അമേരിക്കയിൽ രാഷ്ട്രീയത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ മലയാള പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അവർ പറയുന്നത് എന്താ, അവിടുത്തെ 1% വേണ്ടിയാണ് അവിടുത്തെ ഗവൺമെന്റ് നിൽക്കുന്നത്. 99% ആഹ്വാനിച്ചുകൊണ്ട് 1% സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോഴാണ് അവരുടെ പ്രക്ഷോഭം. അവരിപ്പോ പറയുന്നത് എന്താണ്, മാർക്സാണ് ശരി. കാരണം കാറൽ മാർക്സിന്റെ സിദ്ധാന്തമാണ് ശരി, അതനുസരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വേണമെന്നാണ് പറഞ്ഞത്. അതാണിപ്പോൾ ലോകത്താകെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും വലിയ മുന്നേറ്റം, ഇടതുപക്ഷ ചിന്താഗതിക്കാരായ അല്ലെങ്കിൽ ഇടതുപക്ഷ രീതിയിൽ താല്പര്യമുള്ള ആളുകൾ പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇന്ന് അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ലോകത്താകെ ഇന്ന് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത് ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രം അത് ലോകത്ത് നടപ്പാക്കണമെന്ന രീതിയിലേക്കാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള മുതലാളിത്ത രാജ്യങ്ങളിൽ കഴിഞ്ഞ മേഖലത്തിനടക്കം നടത്തിയിട്ടുള്ള റാലിയിൽ മുദ്രാവാക്യമുണ്ടായിരുന്നു. ആ രീതിയിലേക്ക് ലോകമാകെ ഈ വിഷയത്തെ ആകെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രധാനമായി ലോകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥിതിവിശേഷം. അപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികൾ. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ഈ വിദേശത്ത് നിന്ന് നമ്മൾ നാട്ടിലേക്കൊക്കെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് നമ്മൾ മൊബൈലിലേക്കൊക്കെ വിളിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട അഴിമതിയൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായി. കാരണം നമ്മുടെ ഈ തരംഗങ്ങൾ, നമ്മുടെ ശബ്ദ തരംഗങ്ങളെ വായുവിലേക്ക് ആക്കി അത് നമുക്ക് അവിടെ സ്വീകരിക്കാവുന്ന തരത്തിലേക്കുള്ള ഈ സംവിധാനം വരുമ്പോൾ അതിലൂടെ നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള അഴിമതി എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് വിവരിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്കാണ്. രാജ്യവും അതുപോലെ തന്നെ കനിമൊഴി ഉൾപ്പെടെയുള്ള ആളുകൾ, മറ്റേ ടെലികോം സാമഗ്രിയും അതുപോലെ തന്നെ അതിന്റെ സഹായികളായിട്ടുള്ള ആളുകൾ ഒക്കെ തന്നെ ജയിലിൽ പോകുന്ന ഈ സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് 1,76,000 കോടി രൂപയുടെ അഴിമതിയാണ് പെട്രോളുമായി ബന്ധപ്പെട്ടത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ നോട്ട് 1000 നോട്ടാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസം മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞത് 5000-ന്റെയും 10,000-ന്റെയും നോട്ട് അടിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുന്നു എന്നാണ്. അതാണ്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള നോട്ട് അനുസരിച്ച് നമ്മൾ ഒരു 1,76,000 കോടി രൂപയുടെ നോട്ട് കെട്ടുകൾ നമ്മൾ നമ്മൾ സങ്കല്പിച്ചാൽ ആ നോട്ട് കെട്ടുകളുടെ അതിന്റെ ആ വലിപ്പം എത്ര ഉണ്ടാവും? ഏതാണ്ട് നമുക്ക് ദേശീയപാതയിൽ നമ്മൾ കേരളം ഒരറ്റം മുതൽ അറ്റം മഞ്ചേശ്വരം മുതൽ ഏതാണ്ട് പാറശാല വരെയുള്ള 600 കിലോമീറ്റർ നീളത്തിൽ ഈ നോട്ടും കെട്ടുകൾ വരിവരിയായി വെച്ചാൽ പോലും ബാക്കി വരുന്ന രീതിയിലേക്കുള്ള അത്രയും ഭീമമായിട്ടുള്ള സംഖ്യയാണ് 1,76,000 കോടി രൂപ എന്ന് പറയുന്നത്. ആ രൂപയുടെ വലിയ അഴിമതി നടത്തിയിട്ടുള്ളവരാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ. പക്ഷെ പ്രധാനമന്ത്രി ഏതാണ്ട് നമുക്കറിയാം, പൂച്ചപാട് പിടിക്കുന്ന ഒരു കണ്ണും തിരിക്കുകയാണ്. അയാൾ പറയുന്നത് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള സമീപനമാണ്. ആ രീതിയിലേക്കാണ് നമ്മൾ പ്രധാനമന്ത്രി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് വിദേശ രാജ്യങ്ങൾക്ക് കൊള്ള ചെയ്ത് കൊണ്ടുപോകാനുള്ള എല്ലാ ഒത്താശകളും നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഇന്ത്യയിലെ കോടി ജനങ്ങളോടല്ല കടപ്പാട്, മറിച്ച് അദ്ദേഹം ജോലി ചെയ്തിട്ടുള്ള അമേരിക്കയിലെ IMF എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ IMF എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനെ അമേരിക്കയാണ് അദ്ദേഹത്തെ അവിടുന്ന് രാജിവെച്ചിട്ട് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയാക്കി കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ അമേരിക്ക നിന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് നടപ്പാക്കുന്ന തരത്തിലേക്കാണ് ഏതാണ്ട് സംഭവം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ പോകുന്നു. ഇതൊക്കെ നാം സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളതിന് വേണ്ടി നമുക്കത് ഒട്ടേറെ ത്യാഗോജ്വലമായ പോരാട്ടമില്ല. മലബാർ പ്രദേശത്താണെങ്കിൽ നമുക്കറിയാവുന്ന ഒരുപാട് പോരാട്ടമില്ല. ഇപ്പൊ നമുക്കറിയാം വാര്യംകുന്നത്ത് കുഞ്ഞോമരാജ് നമ്മുടെ മലപ്പുറത്തിന്റെ കോട്ടക്കുന്ന് വെച്ച് ബ്രിട്ടീഷുകാരുടെ നിറദോക്കിന് മുമ്പിൽ വിരുവാൻ കാണിച്ച് രക്തസാക്ഷിയായത് ഈ രാജ്യത്തെ കൊണ്ടും ഇത്തരത്തിലുള്ള വൈദേശിക ശക്തികൾക്ക് പലർപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല. ആര്യൻസികാരെ പോലെയുള്ള ആളുകൾ, അങ്ങനെ ഒട്ടേറെ ധീരനേതാഭിമാനികൾ, അവര് ഈ രാജ്യത്തെ നമുക്കറിയാം ധീരനായിട്ടുള്ള ഭഗത് സിംഗ്, അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് കൈബോംബ് എറിഞ്ഞുകൊണ്ട് അദ്ദേഹം തൂക്കുമരത്തിൽ കയറിയിട്ടുള്ളത് ഈ രാജ്യത്തെ വീണ്ടും വൈദേശിക ശക്തികൾക്ക് പണയപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല. കയ്യൂരിക്ക് നമുക്കറിയാം അപ്പവും ചിരിക്കലും കുഞ്ഞമ്പു നായരും അബൂബക്കറും കർണാടകത്തിനെതിരെ പോരാടി കൊലക്കേണ്ടി അവർ ചെന്ന് മരിക്കുമ്പോഴും സത്യസംഘത്തിന്റെ സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് ഉത്തരവാദിത്വം വിളിച്ചിട്ടുണ്ട്. അവരുടെ പാരമ്പര്യമുള്ള രാജ്യങ്ങളാണെങ്കിൽ ഇങ്ങനല്ല. ഇവിടെ മാത്രമേ കേരളത്തിലെ പ്രശ്നമൊക്കെ ഇന്ത്യയിലാകെ ഒട്ടേറെ പോരാട്ടങ്ങൾ നടന്നിട്ട് നമ്മൾ നേടിയെടുത്തതാണ് നമ്മുടെ നാടിന്റെ മഹത്തായ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് വീണ്ടും വൈദേശിക ശക്തികൾക്ക് അധികവെക്കുന്ന സമീപനം നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭരണാധികാരികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി ഇന്ത്യ രാജ്യത്തിനകത്ത് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ചു. അമേരിക്കയൊപ്പം നിൽക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് ഉയർന്നു വന്നുകൊണ്ട് അവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉയർന്നു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ മാറ്റം വരുന്നു. ആ രീതിയിൽ ആളുകൾ വലിയ മുന്നേറ്റം ആ രാജ്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പല രാജ്യങ്ങളിലും മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് തന്നെ സോവിയറ്റ് യൂണിയൻ ആ 1910 ഒക്ടോബർ 2 നേതൃത്വത്തിൽ വന്നിട്ടുള്ള അവിടുത്തെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ താഴ്ത്തിയെടുക്കുന്നതിന് വേണ്ടി നയിച്ചിട്ടുള്ള രാജ്യത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ മുതലാളിത്ത ശക്തികളാണ്. ആ മുതലാളിത്ത ശക്തികൾ സോവിയറ്റ് യൂണിയനെ അട്ടിമറിച്ചതിനെ ആഘോഷിച്ചതാണ് രാജ്യത്തെ മുസ്ലിം ലീഗിലെ ആളുകൾ, അതുപോലെ തന്നെ കോൺഗ്രസ്. ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ആഘോഷിച്ചതാണ്. അത് നമുക്കറിയാം. അന്ന് സിപിഎമ്മിന്റെ സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിലാണ് സോവിയറ്റ് യൂണിയനിൽ തകർച്ച ഉണ്ടായത്. ആ തകർച്ച ഉണ്ടായ സമയത്ത് ഒരു ബെഞ്ച് അതിലൊരു വെള്ള കൊണ്ട് മൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കബറടക്കി മുസ്ലിം ലീഗിന്റെ ആളുകൾ കോൺഗ്രസ് വരും. എല്ലാ തെരുവിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കബറടക്കി എന്നുള്ള ബോർഡുകൾ എഴുതി വെച്ചിരുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കബറടക്കി പിന്നീടിക്കണം കമ്മ്യൂണിസം വിലപിടിക്കില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ലോകത്തെ ബഹുഭൂരിപക്ഷം ആളുകൾ അമേരിക്ക, ഇറ്റലിയിൽ, അതുപോലെ തന്നെ യൂറോപ്പിൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിൽ അവരിപ്പോൾ മാർക്സാണ് ശരി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ പൊതു ഒരു മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സിവിൽ സ്റ്റേഷൻ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പൊ നമ്മളുള്ള കേരളത്തിലെ നമുക്കറിയാം. ഇന്നലെ CP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ ഏകോപന സമിതിയുടെ ഒരു നേതാവായിട്ടുള്ള CP ചന്ദ്രശേഖരന്റെ കൊലപാതകം. അദ്ദേഹം ഇന്നാല് രാത്രി 10:15 പത്രമാധ്യമങ്ങളും ചാനലും ഒക്കെ പറഞ്ഞ വിവരമനുസരിച്ച് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നു. അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് 10:15. പക്ഷെ അദ്ദേഹം കൊല ചെയ്യപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഒരു ലിംഗാഫീസിന് മുമ്പിലാണ്. അവിടെ ലിംഗാഫീസിൽ സ്വാഭാവികമായി ആ സമയത്തൊക്കെ ആളുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ഇദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ടത് അപ്പോൾ ചന്ദ്രശേഖരനാവാനാകുന്നില്ല. പക്ഷെ ഈ കൊല ചെയ്യപ്പെട്ട ആളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചവരോട് പറഞ്ഞത് ഇതൊരു കൊലപാതകമാണ്, നിങ്ങൾ തുടരേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആളുകൾക്ക് മാറി. പിന്നീട് പോലീസൊക്കെ വന്നിട്ടാണ് ഇയാളെ കൊണ്ടുപോയത്. പിന്നീട് ഇയാൾക്ക് രക്ഷിക്കാതെ കിട്ടിയപ്പോഴാണ് ഇത് ചന്ദ്രശേഖരനാണെന്നൊക്കെ ബോധ്യപ്പെടുന്നത്. എന്താണ് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചത്? അത് 10:10 ആണ് ഈ സംഭവങ്ങൾ ഏതാണ്ട് വിവരം കിട്ടുന്നത്. പക്ഷെ 10 മണിക്ക് കഴിഞ്ഞ പുലർച്ചെ 5 മണിക്ക് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കോഴിക്കോടെത്തി. അദ്ദേഹം കോഴിക്കോടെത്തി അവിടുത്തെ പ്രധാന പോലീസ് ഓഫീസർമാരെ വിളിച്ചു ചേർക്കുന്നു. അതിനെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരം, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും അടച്ചിട്ട മുറിയിൽ വെച്ച് പോലീസ് ഓഫീസർമാരെ അവിടെ സംസാരിക്കുകയാണ്. എന്നിട്ട് ആദ്യം ഒരു CPC എന്ന് പറയുന്ന ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പത്രക്കാരോട് മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയൊക്കെ പറഞ്ഞത് ഇത് കേസ് അന്വേഷിക്കുമെന്നാണ്. ഇന്നത്തെ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും യോഗം ചേരുകയാണ്. ആ യോഗത്തിലേക്ക് ഉയർന്ന പോലീസ് ഓഫീസർമാരെ വിളിച്ചു വരുത്തുന്നു. അവനെ വിളിച്ചു വരുത്തിട്ട് ശ്രീജിത്തിനെ മാറ്റി പകരം വേറൊരു ഉദ്യോഗസ്ഥന് ഇതിന് ചുമതല കൊടുക്കുന്നു. അങ്ങനെ വേറൊരു ഉദ്യോഗസ്ഥന് ചുമതല കൊടുത്തിട്ട് അയാളോട് കേസ് അന്വേഷിക്കാൻ വേണ്ടി പറയുന്നു.
ഇപ്പോ പത്രങ്ങളിൽ ചാനലിലൊക്കെ പോന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അതിന്റെ പ്രധാന പ്രതികൾ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ാണെന്നാ പ്രചരിപ്പിക്കുന്നത്. എന്താണ് ഇതിന് അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് പറയാനുള്ളത്? അടിസ്ഥാനമായിട്ടൊന്നും പോലെ കൊട്ടേഷൻ സംഘത്തെ കൊണ്ടുവന്ന CPM ആണ്. എന്നാൽ ഈ കൊട്ടേഷൻ സംഘത്തെ കൊണ്ടുവന്നത് കണ്ണൂരിലും അതുപോലെ തന്നെ ഇവിടെ ആരാധനകളുടെ തെളിവ് എത്രയോ നമുക്ക് മുമ്പിൽ എത്താണ്ട്. കാരണം നമുക്ക് നേരത്തെ ഇ.പി. ജയരാജന് അദ്ദേഹം ബോംബെയിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ആന്ധ്ര വഴി കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ആന്ധ്രയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി വാടക കൊലയാളികളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള സുധാകരനാണ്. അത് കണ്ണൂരിലെ ആളുകൾക്കറിയാം. അങ്ങനെ സുധാകരനാണ് അദ്ദേഹം ഈ ഇ.പി. ജയരാജനെ കൊല ചെയ്യുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി വാടക കൊലയാളികളെ ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി രാഷ്ട്രീയത്തിൽ ഉള്ള ഒരാളെ വകവെടുക്കുന്നതിന് വേണ്ടി വാടക കൊലയാളികൾ രക്ഷിച്ചിട്ടുള്ള പാരമ്പര്യം കോൺഗ്രസാണ് കേരളത്തിൽ ഇവിടെ ആ രീതിയിൽ നടപ്പാക്കി. ഇന്നും അവർ തന്നെയാണ് ആ രീതിയിൽ കൊണ്ടു നടത്തുന്നത്. ആ ഇ.പി. ജയരാജനെ വേണ്ടി കൊല ചെയ്യപ്പെടാൻ വേണ്ടി ശ്രമം നടത്തി. അതിനെക്കുറിച്ച് ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ച വരുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ് സുധീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അയാൾ SFIയുടെ സംസ്ഥാന കമ്മിറ്റിയും കഴിഞ്ഞ് വീട്ടിലെത്തി കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചുവരുത്തി അദ്ദേഹത്തെ രാത്രി വിളിച്ചിറക്കി ഏതാണ്ട് 38 തവണയാണ് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വളരെ നിർജീവമായിട്ടാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അതിനെക്കുറിച്ച് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പറയാനില്ല. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ കേരളത്തിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ ഒട്ടേറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇപ്പോൾ കുഞ്ഞാലി ഏറനാടിന്റെ വീരപുത്രൻ എന്ന് പറയുന്ന കുഞ്ഞാലിയെ വെടിവെച്ച് കൊണ്ടതാരാണ്? അതിലാർക്കാ പങ്ക്? കോൺഗ്രസിനായിട്ട് പങ്കില്ലേ? അതുപോലെ തന്നെ അഴീക്കോടനാകുവിന്റെ കൊലപാതകത്തിലാർക്കാ പങ്ക്? അങ്ങനെ കേരളത്തിലെ ഒട്ടേറെ നേതാക്കന്മാരെ വെടിവെച്ച് കൊല്ലുന്നതിനും അവരെ ഉന്മൂലനം ചെയ്യുന്നതിനും വേണ്ടി ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് കോൺഗ്രസ്സാണ്. അതിനിവിടെ എല്ലാവരും ഒത്താശകളും നൽകിയിട്ടുള്ളതും കോൺഗ്രസ്സാണ്. പക്ഷെ അതിനെക്കുറിച്ച് കോൺഗ്രസ് മുണ്ടില്ല. ഇപ്പോൾ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ പറഞ്ഞത് ചാനലുകൾ പ്രചരിപ്പിക്കുന്നത് ശരിയാണെങ്കിൽ ചില കോൺഗ്രസുകാർ കോൺഗ്രസിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് ഇത് CPMന്റെ തലയിൽ വെച്ചുകെട്ടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടുക എന്നുള്ളതല്ല അവർ മുമ്പിലെ ലക്ഷ്യം. ഇപ്പോഴത്തെ ഏറ്റവും അവസാനമായി വന്നിട്ടുള്ള വാർത്ത PC ജോർജ് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഏതാണ്ട് ചീപ്പ് നമുക്ക് അയാളെ പറയാറില്ല, ചീപ്പ് വിപ്പിനെ പറയാൻ പറ്റും. വളരെ ചീപ്പായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് നമ്മളെ PC ജോർജ്. ജോർജ് 2 മാസങ്ങൾക്ക് മുമ്പ് തലശ്ശേരിയിൽ വന്ന് ഔദ്യോഗിക ആവശ്യത്തിനല്ലാതെ തലശ്ശേരിയിൽ വന്ന് കേന്ദ്ര ചെയ്യുന്നു പറയപ്പെടുന്നു. ആ രീതിയിലേക്ക് അവിടെ നടന്നിട്ടുള്ള ആസൂത്രണം ഏതാണ്ട് 35 ലക്ഷം ഉറുപ്പിക കൊട്ടേഷൻ കൊടുത്തതാണെന്ന് പറയുന്നു. ജഡ്ജിന് വേണ്ടിയിട്ടാണ്. P.C. ചന്ദ്രശേഖരനെ അവിടെ വിളിച്ചു വരുത്തിയത് അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പമുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് സ്വന്തത്തെ ചന്ദ്രശേഖരൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിലൂടെ അല്ലാന്ന് സഞ്ചരിച്ചത്. അദ്ദേഹത്തിന് ലഭിച്ച ഒരു ടെലിഫോൺ സന്ദേശം, കാരണം ഇവിടെ ആക്സിഡന്റ് നടന്നിട്ടുണ്ട്, ഇവിടെ വരണം എന്ന് പറഞ്ഞിട്ട് ആ കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തെ ധരിപ്പിച്ചു എന്നാണ് ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത. അത് ഇതിന്റെ പിന്നിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നീക്കത്തിൽ നമുക്കറിയാം വളരെ ഇതിന്റെ ഉമ്മൻചാണ്ടി ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തുന്ന മാത്രമല്ല, നേരിട്ട് കരിപ്പൂരിൽ വന്നു, കോഴിക്കോട് വന്ന് അദ്ദേഹം നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്നു. അതുപോലെ തന്നെ എല്ലാം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള മുല്ലപ്പള്ളി ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഇവരെന്താ പറയുന്നത്? ഉമ്മൻചാണ്ടി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് P.C. ചന്ദ്രശേഖരന്റെ ഭീഷണി ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞിരുന്നു എന്നാ പറഞ്ഞത്. മുല്ലപ്പള്ളി പറയുന്നു, എന്നാൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഭീഷണിയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഗൺമാൻ പോലീസുകാരനെ കൊടുക്കാൻ കഴിയും. അങ്ങനെ ഗൺമാനെ കൊടുത്ത് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത ആ രീതിയിൽ സർക്കാരിനുണ്ടായിരുന്നു. പക്ഷെ സർക്കാരാണ് ആ ബാധ്യത നിറവേറ്റിയിട്ടില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് അവരുടെ ഒരാളെ കൊലക്ക് കൊടുത്തിട്ടായിരുന്നു ആ രീതിയിലേക്ക് ഉള്ള ഇടപെടലുകളാണ് ആ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സമീപനം നാട്ടിലൊരു സാധാരണ ഒരു ചൊല്ലില്ലേ, മകൻ നടിക്കാനും എല്ലാം മരുമകൾ കണ്ണീരാണ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള സമീപനമാണ് നമ്മുടെ രാജ്യത്ത് ഈ പ്രശ്നത്തിൽ ഉമ്മൻചാണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ എന്താ പറയുക, ഒരുപക്ഷെ കേരളത്തിൽ കണ്ടിട്ടുള്ളത് ഏറ്റവും മോശമായ രീതിയിലേക്കുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരെ സംബന്ധിച്ച് നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം നമുക്ക് CPMന്റെ ബാനറിൽ ജയിച്ചിട്ടുള്ള സെൽവരാജ് എന്ന് പറയുന്ന CPMന്റെ പ്രവർത്തകനായിരിക്കാം. അദ്ദേഹത്തെ ഏതാണ്ട് കോടിക്കണക്കിന് രൂപ കൊടുത്ത് വിലക്ക് വാങ്ങി
ഏതാണ്ട് അദ്ദേഹം പറഞ്ഞ പത്രസമ്മേളനത്തിലൊക്കെ പറഞ്ഞ അയാൾ പറഞ്ഞത്, അയാൾ ഇതിനെക്കുറിച്ച് രാജിവെച്ച സമയത്ത് വളരെ നിസ്സാരമായിട്ട് അദ്ദേഹം എന്തോ വായനയിട്ട് ചവച്ചുകൊണ്ട് പത്രങ്ങളോട് പറഞ്ഞില്ല, കോൺഗ്രസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന, അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോഴും ചാനലുകളുടെ കയ്യിലുണ്ട്. ഇവിടുത്തെ പത്രങ്ങളിൽ അതിന്റെ വാർത്ത വന്നിട്ടുള്ളതാണല്ലോ. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് ആ രീതിയിൽ അതിനെക്കുറിച്ച് ഉണ്ടാക്കില്ല. കാനപ്പാട് സെൽവരാജ് ഒരുപക്ഷെ 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഒരാളെ കൊല ചെയ്യപ്പെട്ടിട്ടായാലും വേണ്ടുന്ന സെൽവരാജിനെ ജയിപ്പിക്കാനുള്ള ഒരു സഹതാപതരംഗം UDF-നും അതിനുവേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ് ഈ CP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനകത്ത് ഏതൊക്കെ സമയത്ത് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ തർക്കങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ തന്നെ വർഗീയ കലാപങ്ങൾക്ക് അവർ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രമാണ്. കണ്ണൂരിന്റെ ചരിത്രം പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. ഏത് സമയത്തും കോൺഗ്രസിനകത്ത് തർക്കം വരുമ്പോൾ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി കലാപങ്ങൾ ഉണ്ടാക്കും. പല കലാപങ്ങളുടെയും അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. തലശ്ശേരിയിലെ പല കലാപം, ആ തലശ്ശേരി കലാപത്തെ കുറിച്ച് നമുക്കറിയാം. അവർ തലശ്ശേരി കലാപത്തെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് ക്ഷണിച്ചാണ് ആ കലാപത്തെ ആ രീതിക്ക് അമർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ കലാപത്തിൽ നമുക്കറിയാം അവിടെ 2 വിഭാഗങ്ങൾ തമ്മിലായിരുന്നു. ആ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപത്തിൽ മറ്റേ അവിടെ മുസ്ലിം പള്ളി ആക്രമിക്കാൻ വന്നിട്ടുള്ള ആളുകൾ, RSS പ്രവർത്തകർ, അവർക്കെതിരെ അവരെ നേരിട്ട് വേണ്ടി പാർട്ടി തീരുമാനത്തിന്റെ അനുസരിച്ച് ഭാഗമായി UK ശ്രീരാമൻ എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രാദേശിക നേതാവ് പള്ളിക്ക് കാവൽ നിന്നതിന്റെ ഭാഗമായി പള്ളിമുറ്റത്താണ് RSSകാരന്റെ കല്ലാരയേറ്റ് ഇടഞ്ഞു മരിച്ചത്. അത് കലാപമില്ലാതാക്കുന്നതിന് വേണ്ടി പാർട്ടി എടുത്ത തീരുമാനം സത്യസന്ധമായി നടപ്പാക്കാൻ നേതൃത്വം കൊടുത്ത പോരാളിയായിരുന്നു കുഞ്ഞിരാമൻ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിത്യമെടുക്കുന്ന നിലപാടുകളെ കുറിച്ച് ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിനുണ്ട്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരുപക്ഷെ മാധ്യമങ്ങളും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളാണ്. നമുക്കറിയാം പോലീസിന്റെ അന്വേഷണത്തെ വളരെ തെറ്റായി തിരിച്ചുവിടുന്ന ചില സമീപനം നമ്മുടെ മുഖ്യധാര ചാനലുകൾ എന്ന് പറയുന്ന ചില ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം മുത്തൂറ്റിന്റെ വിഭാഗത്തിന്റെ പോളൻ ജോർജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൊലപാതകം കഴിഞ്ഞ LDFന്റെ ഭരണകാലഘട്ടത്തിലുണ്ടായി. ആ പോളൻ ജോർജുമായി ബന്ധപ്പെട്ട് പോളൻ ജോർജിന്റെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് ആ അന്വേഷണത്തെ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിനെ അതന്ന് ചാനലുകളാണ് ഈ മലയാളികൾക്ക് പുതിയൊരു കക്ഷിയെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ SSP എന്ന് പറയുന്ന ആ രീതിയിൽ പറയുന്നു. അങ്ങനെ SSP കണ്ടെത്തിയ ചാനൽ പറയുന്നു. അങ്ങനെ SSP ഉണ്ടാക്കിയിട്ടുള്ള ഒന്നര തെരഞ്ഞു പോകുന്നു. ഇതൊന്നും നടക്കാത്ത സംഭവമായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ചാനലിന്റെ അപ്പോൾ ഏതാണ്ട് നിമിഷങ്ങളോട് നിലനിൽക്കുന്ന ഒരു വാർത്തയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഇനത്തിന് വേണ്ടി ആ രീതിയിലേക്ക് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ വളരെ പച്ചയായിട്ട് നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വളരെ കൃത്യമായ അതിന്റെ പ്രതികളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം തെറ്റാനല്ല. കേരളത്തിലെ പോലീസിനെ ഇഷ്ടത്തോ നീതിപൂർവമായി അവർക്ക് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം കൊടുത്താൽ ഒരു കണക്കില്ല. എല്ലാ ഘട്ടത്തിലെയും പ്രതികളെ അവർ പിടിക്കും. അതാണ് എതിർപക്ഷം വരുമ്പോൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഭരണത്തിൽ അങ്ങനെ സോളം ജോർജിന്റെ പരമാത്മ കഴിഞ്ഞ സമയത്തോ അത് ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഇടതുപക്ഷത്തിന്റെ സമയത്ത് കാലഘട്ടത്തിൽ നടന്ന സമയത്ത് ഇവർക്ക് അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനൊക്കെ പോയി കണ്ടിട്ടില്ലല്ലോ. അതിന്റെ അന്വേഷണം കൃത്യമായിട്ട് നടക്കും. ഇപ്പോൾ ശ്രീജിത്ത് എന്ന് പറയുന്ന ഏറ്റവും മിടുക്കനായിട്ടുള്ള പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തോട് പഠനത്തിലുള്ളത് ഇപ്പോൾ വാർത്തകളിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത് അദ്ദേഹത്തോട് പറയാം, ആര് പ്രതികളായാലും വേണ്ടില്ല CPM പ്രതിയാക്കണം, CPM പ്രതിയാക്കിക്കൊണ്ടിരുന്ന് കേസെടുക്കണം. അപ്പോൾ ശ്രീജിത്ത് എന്ന് പറയുന്ന മാന്യനായിട്ട് ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്താ, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി പങ്കില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയെ അനുസരിച്ച് കേസെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ള അത് സൂചന നൽകിയപ്പോൾ അദ്ദേഹത്തെ മാറ്റി വേറെ ഓഫീസിൽ നിയമിക്കുന്നു. അപ്പൊ ഇതൊന്നും നിലനിൽക്കാത്ത രീതി ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ലാവ്ലിൻ കേസ് എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. ഇപ്പൊ CBI തന്നെ പറയുന്നത് അതിനൊരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ലാണെന്ന്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് പിണറായിയെയും CPM-നെയും വളരെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് മാധ്യമങ്ങളും കോൺഗ്രസും ഒക്കെ വരുത്തത്. എന്തൊക്കെ തരത്തിൽ പിണറായി വിജയന് വിദേശ രാജ്യങ്ങളിൽ ചായ എന്റർപ്രൈസസ്
എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. എവിടെയാണ് ആ സ്ഥാപനമുള്ളത്? ആരാണ് കണ്ടിട്ടുള്ളത്? ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ചാനലുകൾ പറയുന്നില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു കേന്ദ്രത്തിൽ നിന്ന് വാർത്ത തയ്യാറാക്കി ആ വാർത്ത പ്രചരിപ്പിച്ച മാധ്യമ സ്വീകരിക്കുന്നതാണ്. മാധ്യമങ്ങൾ ആകെ ഒരു സ്ഥലത്ത് എത്തുകൂടും. മാധ്യമങ്ങളുടെ ഒരു രീതി ഇവിടുത്തെ മലയാള സുഹൃത്തുക്കൾ പറയേണ്ടതുണ്ട്. പല മാധ്യമ സുഹൃത്തുക്കളെ സംബന്ധിച്ച് മുഖ്യനായ മാധ്യമങ്ങളിലെ സുഹൃത്തുക്കളെ സംബന്ധിച്ച് അവരുടെ വ്യക്തിപരമായും മറ്റു രീതിയിലൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അവരൊക്കെ ഒരു കേന്ദ്രത്തിലിരുന്ന് വാർത്ത തയ്യാറാക്കി അവർ ആ രീതിയിൽ കൊടുക്കുന്നു. ഏതാണ്ട് സമാന വാർത്തകൾ ആളുകളെ ഇവിടുത്തെ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കേന്ദ്രത്തിൽ തയ്യാറാക്കിയ വാർത്ത എല്ലാ മുഖ്യധാരാ പത്രങ്ങളും കൊടുക്കുന്നു. അപ്പൊ ഒരു ശരാശരി വായനക്കാരനെ സംബന്ധിച്ച് ഇത് എല്ലാ പത്രത്തിലും ഒരു വാർത്തയാണ്. അതുകൊണ്ട് ഇവർ ശരിയുണ്ടാകാമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. ആ രീതിയിലേക്കാണ് മാധ്യമങ്ങൾ പിണറായി വിജയന്റെ കാര്യത്തിലായാലും ഇപ്പോഴും കേരളത്തിലെ നേരത്തെ പോളൻ ജോർജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലായാലും ഇപ്പോൾ പി ചന്ദ്രശേഖരന്റെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലായാലും ഒക്കെ അതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. അതിന്റെ യഥാർത്ഥ ചിത്രം വരുമ്പോൾ പല മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ യഥാർത്ഥ പ്രതികളായി മാറേണ്ടി വരും. അല്ലെങ്കിൽ കേരളത്തിന്റെ ചീഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകണം. അപ്പോൾ കേരളത്തിലെ ആളുകളെ അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ UDF ഭരണകൂടവും ചില മുഖ്യധാരാ മാധ്യമങ്ങളും ചേർന്ന് നടപ്പാക്കുന്ന ചില ശ്രമങ്ങളാണ്. ഇപ്പൊ മുഖ്യധാരാ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇവർക്ക് രാഷ്ട്രീയം നമുക്ക് പറയാൻ കഴിയും. ഇപ്പൊ നമുക്ക് മാതൃഭൂമിയെ സംബന്ധിച്ച് വീരേന്ദ്രകുമാറാണ് അതിന്റെ ഒരു മുതലാളി. രണ്ടാമത്തെ ഒരു മുതലാളി എന്ന് പറയുന്നത് TV ഗംഗാധരൻ TV ചന്ദ്രനുമാണ്. TV ഗംഗാധരൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിനെതിരെ മത്സരിച്ച് ഗംഭീരമായി പരാജയപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പൊ ഇവർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. മലയാള മനോരമയെ സംബന്ധിച്ച് അവർക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല. വളരെ കൃത്യമുണ്ട്. അവർ മലയാള മനോരമ എന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവൻ കമ്മ്യൂണിറ്റികളാണ്. കാരണം നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് മന്ത്രി മത്സരിച്ച സമയത്ത് മലയാള മനോരമയുടെ കാഴ്ചപ്പാടെന്നാക്കണം അത് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നാൽ ഞാൻ പരസ്യമായി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്നാണ് പരസ്യ പ്രസ്താവന നടത്തിയിട്ടുള്ളതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് സഖാവ് EMS അധികാരത്തിൽ വന്നു, മുഖ്യമന്ത്രിയായി. മാപ്പിള മലയാള മനോരമയുടെ യഥാർത്ഥ മുതലാളി രാമൻ മാപ്പിള ആത്മഹത്യ ചെയ്തിട്ടില്ല. അതാണ് മലയാള മനോരമ. അപ്പൊ മലയാള മനോരമയ്ക്ക് അവരുടെ താല്പര്യമുണ്ട്, മാതൃഭൂമിക്ക് അവരുടെ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന് മണ്ഡലത്തിന്റെ താല്പര്യമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. ഈ താല്പര്യങ്ങളെ ആകെ സംരക്ഷിച്ചുകൊണ്ട് ഈ താല്പര്യങ്ങൾക്കൊക്കെ കാരണം CPM എന്ന് പറയുന്ന പാർട്ടി സാമ്രാജ്യത്തെ ശക്തിപ്പെടുത്തിയവരാണ്. ആ രീതിയിലുള്ള അതിനെതിരെ ശക്തമായ പോരാട്ടം നയിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവരുടെയൊക്കെ കണ്ണിനെ കണ്ടാണ് CPM. അതാണല്ലോ ബംഗാളികളോട് കണ്ടത്. ബംഗാളിൽ നേരിട്ട് അമേരിക്കൻ പ്രതിനിധികൾ അവരുടെ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ബംഗാളിൽ അതിന്റെ അടുത്ത ഭരണ കാലഘട്ടത്തിൽ കൽക്കത്തയിൽ ഉണ്ടാക്കിയിട്ടുള്ള കലാപം. അതുപോലെ തന്നെ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സഹായങ്ങളും സാമ്പത്തികമായി ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അവിടെ ബംഗാളിൽ CPM തകർത്താൻ വേണ്ടി ശ്രമിച്ചത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അപ്പൊ ലോകത്തിൽ തന്നെ സാമ്രാജ്യത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ ലോകത്താകെ ഉന്നമനം ചെയ്യുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. അത് കേരളത്തിലും ഇന്ത്യയിലും അവരുടെ നയങ്ങൾ നടപ്പാക്കുന്നത് തടസ്സം നിൽക്കുന്നത് CPM പോലെയുള്ള പാർട്ടികളാണ്. അതുകൊണ്ട് CPM തകർക്കുക എന്നുള്ളതും അവരുടെ ലക്ഷ്യമാണ്. അപ്പൊ ഇതൊക്കെ കൂടി നമ്മൾ കൃത്യമായി ചെയ്യുമ്പോൾ സാമ്രാജ്യത്വത്തിന്റെയും ഇന്ത്യൻ ഭരണകൂടത്തിന്റെയും കേരളത്തിലാണ് കേരളത്തിന്റെ ഗവൺമെന്റിന്റെയും ഒക്കെ കൂട്ടുത്തരവാദിത്തത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഞാൻ കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സഖാക്കളോട് സൂചിപ്പിക്കാൻ. ഹലോ സഖാവേ, ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? ഒരു മിനിറ്റ് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സഖാവേ.